പറഞ്ഞു അയ്യോ അത് പറ്റില്ല, എന്നെ വീട്ടിൽ നിന്ന് സമ്മതിക്കൊന്നുമില്ല. എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഒപ്പനയ്ക്ക് പോയിട്ടുണ്ട്, രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ച് വരാനൊക്കെ പറ്റുമായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ ഒപ്പനയ്ക്ക് പോകണം. അപ്പം എനിക്ക് ടെൻഷനാവാൻ തുടങ്ങിയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ ഒരാളുടെ ആബ്സെൻസ് മൂലം അവിടെ ഒപ്പന എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇല്ല എന്ന് പറയുമ്പം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സ്റ്റോറി പറയാം, ഒരു സ്റ്റോറി പറയാം, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ അന്നേരം ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു കലോത്സവങ്ങൾക്ക് പങ്കെടുക്കുക, സ്റ്റേജിൽ കയറുക. നമുക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ കൂടി തന്നെ പോയി എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഒപ്പനയ്ക്ക് പോയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് എപ്പോഴും ഈ കലോത്സവത്തിനൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ കുട്ടികളുടെ എന്തെങ്കിലും രീതിയിലുള്ള ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു സ്കൂളായിരുന്നു ഞാൻ പഠിച്ച സ്കൂള്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങളുടെ നമ്മുടെ സ്കൂളിൽ ഒരു സാറ് വരുവാണ് ഒപ്പന പഠിപ്പിക്കാൻ. ഒരു സാറ് വന്നു. അപ്പം നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവില്ല, ഫ്രീ പീരീഡ്, നമുക്ക് ബ്രേക്ക് ടൈം ഉണ്ടാവില്ല. ആ സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഷഹന, പിന്നെ ഷബിന, ഷഹന, ഷബാന, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അഞ്ജന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അഞ്ജനയും ഷഹനയും ബെസ്റ്റ് ഫ്രണ്ടാണ്. രണ്ടുപേരും സൂപ്പറായിട്ട് പാട്ട് പാടുമായിരുന്നു. ഷഹന എപ്പോഴും മാപ്പിളപ്പാട്ടൊക്കെ പാടും, അഞ്ജന ഫിലിം സോങ്, പിന്നെ അതുപോലെ അഞ്ജന വയലിനൊക്കെ വായിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾ ഈ ഇൻ്റർവെൽ ടൈമിന് അപ്പോൾ ഇതുപോലെ ഒപ്പന പഠിപ്പിക്കാൻ ഒരു സാറ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒപ്പന പഠിപ്പിക്കാനായിട്ട് നമ്മൾ സാറുമാർ ഇങ്ങനെ സെലക്ട് ചെയ്യുമല്ലോ, ഒപ്പന പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ വരാൻ പറയും. അങ്ങനെ പോയി ഒരുപാട് ആൾക്കാർ പോയി. അതിന്ന് സാറ് തന്നെ, അഷ്റഫ് എന്നായിരുന്നു ആ സാറിൻ്റെ പേര്, സാറ് തന്നെ ഒപ്പന പിന്നെ ടാലൻ്റായിട്ടുള്ള ജസ്റ്റ് ഒന്ന് കൈയടിച്ച് നോക്കാൻ പറയും. അങ്ങനെ ടാലൻ്റായിട്ടുള്ള കുട്ടികളെ സോർട്ട് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് സാറ് ഒപ്പന പഠിപ്പിക്കൽ. അപ്പം ഇതുപോലെ ഞങ്ങൾ ഒപ്പന കാണാൻ വേണ്ടി പോകാതെ ആ സാറ് വന്ന് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഒപ്പന കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പോവാണ് ബ്രേക്ക് ടൈം. അങ്ങനെ ഞങ്ങൾ പോയി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടമൊക്കെ ഇട്ട് ഭയങ്കര ആ ഒരു രീതിയിലൊക്കെ നടക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഒളിഞ്ഞിങ്ങനെ നോക്കും, ഡോറിൻ്റെ സൈഡിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ ഒളിഞ്ഞിങ്ങനെ നോക്കും. നമ്മളെ കാണാനും പാടില്ല. ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പോൾ ഒരു നാണോ ഇല്ല, പണ്ട് ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡോറിൻ്റെ സൈഡിൽ പോയിട്ട് ഒപ്പന പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പോയിട്ട് നമ്മളിങ്ങനെ ഒളിഞ്ഞ് നോക്കും ഒപ്പന കാണാൻ വേണ്ടിയിട്ട്. പഠിപ്പിക്കുന്നതൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും കാണിക്കത്തൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ പോയി നോക്കിയൊക്കെ ചെയ്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാറ് പറഞ്ഞു, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾ ഒപ്പന കാണാൻ വേണ്ടി വന്നത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഒപ്പന. ഓക്കെ, ഒപ്പന കാണാൻ വന്നത് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ നിങ്ങൾക്ക് ഒപ്പന ഇഷ്ടമാണോ? ഞങ്ങളാണ് കാണുന്നത് ഇഷ്ടം. ഓക്കെ, എന്നാൽ ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കാതെ നിങ്ങളിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ സാറിങ്ങനെ ഒപ്പന പഠിപ്പിക്കുക. അപ്പം കൂട്ടത്തിൽ കുറച്ച് പൊക്കം, എനിക്ക് ഹൈറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ അന്തപ്പൊക്കമല്ല, എന്നാലും അത്യാവശ്യം ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു. നീ ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൈയടിച്ചേ. ഞാൻ പറഞ്ഞു, എന്തിനാ? ഭയങ്കര നാണത്തോടെയൊക്കെ, എന്തിനാ? ഇല്ല, ജസ്റ്റ് ഒന്ന് കൈയടിക്കുക. അപ്പം സാറ് പറയുന്ന താളത്തിൽ കൈയടിക്കണം. സാർ 1 2 3 ഇങ്ങനെ കാണിച്ച് തലയായിട്ട് 1 2 3 ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാനതുപോലെ 1 2 3 ഇങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ പറഞ്ഞു, നീ കൊള്ളാം, നീ അവിടെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, എന്നെ വീട്ടിൽ നിന്ന് സമ്മതിക്കൊന്നുമില്ല, എനിക്ക് പേടിയാണ്. അതായത് എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ UP സ്കൂളിലൊക്കെ പരിപാടിക്കൊക്കെ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ അറബിക് ആയിട്ടുള്ള ഐറ്റംസ്, അത് സ്റ്റോറി ടെല്ലിങ് അങ്ങനെയുള്ള സംഭവമൊക്കെ. അപ്പം തിറവൂരൊക്കെ പോയാൽ സ്കൂളിൽ നിന്ന് പോയിട്ട് ഉച്ചയ്ക്കൊക്കെ തിരിച്ചു വരും, അല്ലെ വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വരാറുണ്ട്. രാത്രിയുള്ള പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പം അതുകൊണ്ട് എൻ്റെ ഫാദർ കാണാതെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഈ സാറ് പിടിച്ച് നിർത്തി, ഒപ്പന കളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഈ സാറ് പറഞ്ഞു, എനിക്കിഷ്ടമാണ്. ഞാനങ്ങ് പിന്നെ എന്നാൽ ശരി. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല, ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ നിൻ്റെ ഫാദറുമായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒപ്പനയ്ക്ക് കയറി പ്രാക്ടീസ് ചെയ്തു. ഒപ്പനയുടെ നമ്മൾ കലോത്സവത്തിന് പോകേണ്ട ടൈമായി. പോകേണ്ടത് എവിടെയായിരുന്നു,
പോകേണ്ടത് എവിടെയായിരുന്നു എന്നുള്ളത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, മറന്നുപോയി. അതായത് ഒപ്പനയ്ക്ക് അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഒപ്പനയ്ക്ക് പോയിട്ടുണ്ട്, രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ച് വരാനൊക്കെ പറ്റുമായിരിക്കും എന്നൊക്കെ. പക്ഷേ നമ്മൾ പിന്നെ ഒപ്പനയ്ക്ക് പോകാൻ വേണ്ടി പിറ്റേ ദിവസം നമ്മൾ ഒപ്പനയ്ക്ക് പോകണം. അപ്പം എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. അതായത് ഒപ്പനയ്ക്ക് പോയാൽ എല്ലാവരും പറയുന്നത് ഒപ്പനയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ വരാൻ പറ്റുള്ളൂ, അപ്പോൾ വീട്ടിൽ പ്രശ്നമാവും, വീട്ടിൽ പറയാതെയാണല്ലോ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് സാറേ ഒപ്പനയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ വരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൂ, ഒപ്പനയ്ക്ക് രാത്രിയായിരിക്കും പരിപാടി, ഒപ്പനയൊന്നും പകലൊന്നും വയ്ക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷൻ അങ്ങ് കൂടി. അപ്പോൾ ഞാൻ പോയിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല, കാര്യം എൻ്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഇതിനൊക്കെ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ തന്നെ പ്രോബ്ലമാണ്, ഞാൻ സാറിനോട് ആദ്യമേ പറഞ്ഞിരുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഇപ്പം വേറൊരു പകരത്തിൻ്റെ ഒരാളെടുക്കാൻ പറ്റില്ല, കാര്യം ഫുൾ ഒപ്പന ഞാൻ പഠിച്ചു, അതുപോലെ തന്നെ തലേന്ന് നമുക്ക് പ്രോഗ്രാമും ഉണ്ട്. എൻ്റെ വിചാരം പ്രോഗ്രാം പകലായിരിക്കും, തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് വരാൻ പറ്റത്തില്ല, രാത്രിയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ സാറ് പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. പിന്നെ എന്നെ അറബി പഠിപ്പിക്കുന്ന ഒരു സാറ് കൂടി ഉണ്ടായിരുന്നു, ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട്. സാറിൻ്റെ അടുത്തും സംസാരിച്ചു, ഈ കുട്ടിയുടെ ഫാദർ വിടുന്നില്ല എന്ന് പറയാം, അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളും അറബിക് സാറും എൻ്റെ ഫാദറിനെ വിളിക്കുകയാണ്. നമ്പർ ഞാൻ എൻ്റെ ഫാദറിൻ്റെ നമ്പറൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് പ്രതീക്ഷ വിടുമായിരിക്കും, പോവാമല്ലോ. അങ്ങനെ സാറുമാർ വിളിക്കുമ്പം ഫാദർ പറയും, ഞാൻ അവളെ വിട്ടത് പിന്നെ ഇതിന് പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാനൊന്നുമല്ല ഞാൻ അവളെ വിട്ടത്, ഞാൻ അവളെ പഠിക്കാനാണ് വിട്ടത്, പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. തീർന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര പൈസ മുടക്കിയിട്ടാണ് ആ ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട് സാറിനെ കൊണ്ടുവന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ട് അത്രയും പേര് പഠിച്ചു. എൻ്റെ ഒരാളുടെ ആബ്സെൻസ് മൂലം അവിടെ ഒപ്പന എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇല്ല എന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു 5:30 ആയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ വാപ്പിച്ചയായിട്ട്, അത് ഞാനെപ്പോഴും ഇങ്ങനെ കുറേ പിള്ളേരുണ്ടാവും അവിടെ, എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ പിള്ളേരുണ്ടാവും. 10ാം ക്ലാസ്സിലായിരുന്നപ്പോഴും ഞാൻ കുഞ്ഞു കുട്ടികളുടെ കൂടെ കളിച്ചൊക്കെ നടന്നിരുന്നതാണ്. മരം കയറിയും അങ്ങനെയൊക്കെ കളിച്ച് നടന്നിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ നോക്കുമ്പോൾ വീട്ടിൽ സാറിരിക്കുന്നു, പിന്നെ അറബി സാറിരിക്കുന്നു, അതുപോലെ തന്നെ എന്താ പറയുക പ്രിൻസിപ്പളും ഇരിക്കുന്നു, വാപ്പിച്ചെടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല അത് പോയാൽ ശരിയാവത്തില്ല. അപ്പം ഇവരിങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഇതാണ് സിറ്റുവേഷൻ, ഇപ്പോൾ ഇവളില്ലെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്യേണ്ടി വരും, നമുക്ക് ഇത്ര എമൗണ്ട് നഷ്ടമാവും, അതുകൊണ്ട് ദയവ് ഇത് വിടണം, ഇവിടെ സേഫായിട്ട് ഞങ്ങൾ എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഫാദർ സമ്മതിച്ചു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാര്യം ഞാൻ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. സാധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ, വാപ്പിച്ചയെ വിളിച്ച് പോവുകയാണെങ്കിൽ ഉമ്മച്ചെടുത്ത് പറയും, അങ്ങനെ ഉമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഉമ്മ വീട്ടിൽ ആദ്യം പിടിച്ചൊക്കെ ഇരിക്കുന്നത്, അയ്യോ ഇവള് വരുന്നില്ലല്ലോ, വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഉമ്മക്ക് ആദ്യം തുടങ്ങും, അയ്യോ ഇവള് വരുന്നില്ലല്ലോ. അപ്പം ചോദിക്കും അവളെവിടെ പോയി, അവൾ ഇന്ന സ്ഥലത്ത് പോയിരിക്കും, ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ കള്ളത്തരം എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മച്ചി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പനയിലേക്കുള്ള കാൽവെപ്പ് വിത്ത് മൈ ഫാദർ പെർമിഷൻ, എൻ്റെ ഫാദറിൻ്റെ പെർമിഷനോട് കൂടി തന്നെ എനിക്ക് ഒപ്പനയിൽ കാൽവെപ്പ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒപ്പന പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലും എപ്പോഴും ഒരു തീയായിരുന്നു, അയ്യോ എൻ്റെ ഫാദർ അറിയാതെയാണല്ലോ ഞാൻ ഒപ്പന പഠിക്കുന്നത്, എൻ്റെ ഫാദർ അറിയാതെയാണല്ലോ എന്നുള്ളൊരിത്, പിന്നെ വിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ചെറിയൊരു പേടിയിലൊക്കെയാണ് ഈ ഒപ്പന പഠിക്കുന്നതൊക്കെ. പക്ഷേ ലാസ്റ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഒപ്പനയ്ക്ക് പോയി. ഞങ്ങൾ അതായത് ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പിരിറ്റുള്ളൊരു ടീമായിരുന്നു. പാടാനാണെങ്കിൽ 3 പേര് പാടാനായിട്ട്, 3 പേരും നല്ല അസലായിട്ട് പാട്ട് പഠിച്ചവരായിരുന്നു, അടിപൊളിയായിട്ട് പാടുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കളിക്കാനാണെങ്കിലും ഒപ്പന കളിക്കാനാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടീമാണ് കിട്ടിയത്. ഭയങ്കര വാശിയിൽ കളിക്കുന്ന ഭയങ്കര വാശിയിൽ ആ ഒരു സ്പിരിറ്റ് അനുസരിച്ചിട്ട് കളിക്കുന്ന കുട്ടികളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേജിൽ നല്ല സ്പിരിറ്റോടുകൂടി തന്നെ ഞങ്ങൾ ഒപ്പന കളിച്ചു. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ 10ാം ക്ലാസ്സിലായി. 10ാം ക്ലാസ്സിലായപ്പോൾ അവിടെ നിന്ന് പോയി ഒപ്പനയ്ക്ക് ഈ സെയിം സാർ തന്നെ ഞങ്ങൾ പഠിപ്പിച്ചു.
വീണ്ടും ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് സ്റ്റേറ്റ് ലെവൽ വരെ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ വാങ്ങിച്ചു. ഇനി അതൊക്കെ മേലെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, സ്റ്റേറ്റ് വരെ ഉള്ളൂ. സ്റ്റേറ്റ് വരെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു. പ്ലസ് ടുവിലും ഇതുപോലെ തന്നെ സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു. അങ്ങനെ ഗ്രേസ് മാർക്കുണ്ട്, നമുക്ക് ഇത്ര മാർക്ക് വെച്ച് 30 മാർക്ക് വെച്ചിട്ടാണ് തോന്നുന്നത്, ഞാൻ മറന്നുപോയി എത്ര മാർക്ക് വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ എനിക്ക് പ്ലസ് ടുവിൽ ഗ്രേസ് മാർക്കും കിട്ടി, ഈ ഒപ്പനയ്ക്ക് ഫസ്റ്റ് കിട്ടിയത് കൊണ്ടിട്ട്. അങ്ങനെ ഒപ്പനയ്ക്ക് സ്റ്റേറ്റ് ലെവലിൽ പോയി ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച സർട്ടിഫിക്കറ്റാണിത്. ഇത് പരിപാടി നടക്കുന്ന കുറ്റിപ്പുറത്ത് വെച്ച്, അതായത് മലപ്പുറം. ഇത് എപ്പോഴാണ് നടന്നതെന്ന് പറഞ്ഞാൽ 2008 ജനുവരി 2008 അതിൽ 15, 16, 17 തീയതികളിലാണ് മലപ്പുറം കുറ്റിപ്പുറത്ത് വെച്ചിട്ട് ഒപ്പന നടക്കുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. ഫസ്റ്റ് പ്രൈസാണ് ഞങ്ങൾക്ക്. ഇതിൽ കാണാം നിങ്ങൾക്ക്. അത് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് പോയത്. എ ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എ ഗ്രേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ എനിക്ക് പ്ലസ് വണ്ണിൽ കിട്ടി, പ്ലസ് ടുവിലും പോയി. അങ്ങനെ എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആനുവൽ എക്സാമിന് നമുക്ക് ഗ്രേസ് മാർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് ലെവലിൽ പോയ സർട്ടിഫിക്കറ്റ്. കണ്ടോ, ഇത് ഞാൻ നല്ല വ്യക്തമായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മാവേലിക്കരയെ വെച്ചിട്ട് നടന്നതാണ്. ഇത് ഒപ്പനയ്ക്ക് ഫസ്റ്റ് പ്രൈസാണ്. അതുപോലെ ഇതും ഒപ്പനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. ഇത് തുറവൂർ വെച്ചിട്ട് 2008-2009 നടന്ന, ഇതും ഫസ്റ്റ് പ്രൈസാണ്. അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സുകളുണ്ട്. ഇതെല്ലാം ഒപ്പനയ്ക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ്. ഇതിലെല്ലാം ഫസ്റ്റ് പ്രൈസാണ് ഒപ്പന. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര അഭിമാനമായിരുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമല്ലേ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നിട്ടുള്ളൊരു ഫോട്ടോയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ TV ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ സ്റ്റേറ്റ് ലെവലിലുള്ള ഇതിലായിരുന്നു ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ വന്നത്. ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോ സഹിതം വന്നായിരുന്നു. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് UP സ്കൂളിൽ ഞാൻ അറബിക് കലോത്സവത്തിന് പോയപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം. ഇത് UP സ്കൂളിൽ ഞാൻ ചറപറ പോയിട്ടുണ്ട്. അത് അറബിക് സ്കൂൾ കലോത്സവത്തിനാണ് പോയിട്ടുള്ളത്. സോങ്ങും അറബിക് സ്റ്റോറി ടെല്ലിംഗ് അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. ഒപ്പന, ഡാൻസ് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഹൈസ്കൂളിലായപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോയി തുടങ്ങിയത്. അപ്പം ഇത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്നേരം കിട്ടുന്ന ഫ്രണ്ട്സിനെയും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മളിപ്പം കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നു, പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നടന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ കുഞ്ഞു പ്രണയം, അതുപോലെ തന്നെ പ്രണയം മീൻസ് നമ്മൾ ആ സമയത്ത് ഇപ്പോൾ ഉള്ള പിള്ളേരെല്ലാം തുറന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മൾക്ക് ഒരാളോടൊരു ക്രഷ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിൽ സർട്ടിഫിക്കറ്റുകൾ ഒരുപാടുണ്ട്. അതെല്ലാം എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്, ഇനിയുണ്ട്. ഇഷ്ടംപോലെ പരിപാടിക്കൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. ഇതൊക്കെയാണ് നമുക്ക് നമുക്ക് ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. ഇതൊക്കെ എടുത്ത് നോക്കുമ്പം ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ. ഞാൻ പണ്ട് ഇത്രയും നല്ലൊരു സ്റ്റേജിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഭയങ്കര അഭിമാനമുണ്ട്. ഇതിനൊക്കെ കാരണക്കാരായ പ്രചോദനം തന്ന സാറുമാരുണ്ട്. അവരോടൊക്കെ എനിക്കിപ്പോഴും റെസ്പെക്റ്റേ ഉള്ളൂ. ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്തൊരു വീഡിയോ ആണ് ഞാനിത്. നിങ്ങൾക്കിത് ബോറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോറി. കാര്യം പക്ഷേ എനിക്കിത് കാണുമ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമാണ്. മനസ്സിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. എൻ്റെ വീഡിയോസ് ചുമ്മാ കണ്ടിരുന്നാൽ പോരെ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് എനിക്കൊരു എയിമുണ്ട്. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെ എനിക്ക് നല്ലൊരു വീട് വെക്കണം എന്നുള്ളൊരു എയിമുണ്ട്. ആ ഒരു എയിമിൽ തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു ചാനൽ. അപ്പം എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ട്. വാവ ഉള്ളത് കൊണ്ടിട്ട് കുറച്ച് ലിമിറ്റേഷനുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, വാവയെ നോക്കണം, അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കണം. അതുകൊണ്ട് എൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട്
ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി എനിക്ക് വേണം. എൻ്റെ ചാനലൊന്ന് ഗ്രോ ആക്കി തരണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണണം, കണ്ടൊന്ന് സഹായിക്കണം. വ്യൂ അനുസരിച്ചിട്ടല്ലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കമൻസിലൂടെ എൻ്റെ അടുത്ത് സംസാരിക്കാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്തതിൽ നമ്മുടെ വീഡിയോ ഒന്നുകൂടി എൻഗേജ്ഡ് ആകുമ്പോൾ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കും. അപ്പം കുറേ റെക്കമെൻഡേഷൻ കൂടുതലായിട്ട് അങ്ങ് പോകും. അങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബാഡ് കമൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇട്ടോ, അതായത് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ നിങ്ങളിട്ടോ, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ.